നമ്മുടെ പറമ്പിൽ നിന്നൊരു ഏത്തക്കൊല ചെറിയൊരു ശ്രദ്ധക്കുറവായി നമ്മളൊരു 3-4 കാ അണ്ണം വന്ന് നിന്നിട്ട് പോയി, പഴുത്തു പോയി. കുറച്ചുണ്ട്, വറക്കാനുള്ളതൊക്കെ കിട്ടും. ഏതായാലും ഇത് കൊണ്ടുപോയി ഇന്ന് വറുത്ത് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി ശർക്കര വരട്ടി ഉണ്ടാക്കണം. ഞാനേ നമ്മുടെ പറമ്പിലെ വാഴക്കൊല ഇപ്പം അച്ഛ വെട്ടിക്കൊണ്ട് വന്നതാണ്. വേറെ ഏത്തക്കൊല തിരക്കിയിട്ടില്ലായിരുന്നു താനും. പച്ചയല്ലേ? പച്ച 2-3 കാ പഴുക്കാൻ തുടങ്ങി. നല്ലപോലെ വിളഞ്ഞങ്ങോട്ട് അധികമായി. ഇതിനി അന്നേരം അത് ശർക്കര വരട്ടി ഉപ്പേരിയും ചോദിച്ചിട്ടുണ്ട് ആരണ്ട്. അന്നേരം ഇതും കൊണ്ടുള്ളതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്താ. ഏത്തക്കൊലയ്ക്ക് പോയിട്ട് കിട്ടിയില്ല. അച്ഛൻ പോയിട്ടുണ്ട്. ഇനി അപ്പുറത്തുനിന്നെങ്ങാനും കിട്ടിയെങ്കിൽ കൊണ്ടുവരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതും കൊണ്ടേ ഉള്ളതങ്ങ് ഉണ്ടാക്കാം. അല്ലേ പിന്നെ അത്യാവശ്യം ചോദിച്ചവർക്ക് കൊടുക്കണ്ടേ. ഇത് പഴുപ്പിക്കാൻ നല്ലതല്ലേ? പഴുപ്പിക്കാൻ പിന്നെ നമ്മുടെ പറമ്പിലെ കൊലയല്ലേ, വളമൊന്നും ഇടാതെ. പക്ഷെ നല്ല നല്ല കായായിരുന്നു കേട്ടോ. ഉണ്ടോ? ഇല്ല, മുട്ടൻ കായ ഇത്. എനിക്കാണിത് പൊളിക്കാൻ തോന്നുന്നില്ല, പഴുപ്പിക്കാനാ തോന്നുന്നത്. ഇത് പഴുക്കാൻ തുടങ്ങിയതാണോ ഇത്? ഇതതിൻ്റെ ഞാൻ എടുത്തു വെച്ചതാ. ഇത് ചുമന്നു. ഇത് കണ്ടോ? ഇത് ചുമന്നു. അത് കൊള്ളത്തില്ല. 5-6 കായ കിളിയും തിന്നു ചുമന്നത്. ഇത് ശർക്കര വരട്ടി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. ഉള്ളത് അത്യാവശ്യം ചോദിച്ചിരിക്കുന്നവർക്ക് രണ്ടും കൊടുക്കാം. തൊലി പൊളിച്ചിട്ട് വെള്ളത്തിലോട്ട് ഇടുന്നത്? ഇത് വെള്ളത്തിൽ ഇടുവാണെങ്കിലേ ഈ കായ കറ പിടിക്കാതിരിക്കും. ഇല്ലെങ്കിൽ ചെറിയൊരു കറുപ്പ് നിറം വരും കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ. ഇത് വെള്ളത്തിലോട്ട് ഇടുവാണെങ്കിൽ ആ കറുപ്പുണ്ടാകുകയില്ല, കറചവേ ഉണ്ടാകുകയില്ല. അല്ല, ഇത് അന്നേരം ഓരോന്നോരോന്ന് പൊളിക്കുന്നതേ വറക്കണം. എന്നാലും ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ട് ഇത് കഴുകിയിട്ട് തുടച്ചെടുക്കണം നല്ല ഉണങ്ങിയ തുണി കൊണ്ട്. ഇതിങ്ങനെ ചീകുവാണെങ്കിൽ ഇതിൻ്റെ ഈ പുറത്തെ ഇതുണ്ടല്ലോ, ഇതുണ്ടോ, ഇതും കൂടെ കൂട്ടിയിരുന്ന ആ എണ്ണയ്ക്കകത്തോട്ട് ഈ പൊടി വീഴും. ഇങ്ങനെ ചീകളയാങ്കിൽ ആ പൊടിയും വീഴുകയില്ല. പൊടിയും ഒരു അരക്കായുടെ പുറത്തേ അത് എണ്ണയ്ക്കകത്ത് വീടുവാണെങ്കിൽ ഇച്ചിരി എണ്ണയ്ക്ക് കൊഴുപ്പ് വരും. കൊഴുപ്പല്ല, ഒരു എണ്ണ ഒരുമാതിരി അടി പൊടിഞ്ഞ് കിടക്കും ഈ വാഴക്കായുടെ. ഇതുണ്ടോ, നല്ലപോലെ പൊളിയുന്ന കായാണേ, പാള പോലെ. ഇന്നാൾ നമ്മൾ വിലക്ക് മേടിച്ചൊന്നും ഇത്രയും പൊളിയല്ലായിരുന്നല്ലേ. എന്നാ പാടായിരുന്നു പൊളിക്കാൻ. നല്ല പാള പോലെ പൊളിഞ്ഞു പോരും. ഇത് നല്ലപോലെ അങ്ങ് വിളഞ്ഞ് ആകുകയും ചെയ്തു. അതുപോലെ വിളഞ്ഞുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പൊളിയുന്നത്. ഉണ്ടോ, പെട്ടെന്ന് പൊളിച്ചെടുക്കാം. നല്ല മുട്ടൻ കായുവാ ഇത്. ഈ കായ ഒരു 4 എണ്ണത്തിക്കുള്ളിൽ കാണിയല്ലോ 1 കിലോ. 1 കിലോ? വലുതല്ലേ? വലിയ കായല്ലേ. ഇത് കണ്ടില്ലേ, പൊളിച്ചിട്ട് തന്നെ എന്നാ വലുതാന്ന്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി എല്ലാം റെഡിയായല്ലേ? ശർക്കര വരട്ടി റെഡിയായി, തണുത്തു. ഇനി ഇതൊന്ന് വാരി പാക്ക് ചെയ്താൽ മതി. പാക്ക് ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, എല്ലാം സെറ്റായി. ഉപ്പേരി ഇവിടെ എടുത്ത് ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മകരവിളക്കോ? എന്നായിരുന്നു പരിപാടി? ഇന്നൊരു മകരവിളക്കിൻ്റെ ഭജനയൊക്കെ കൂടിയിട്ട് വന്നതാണോ? ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി ഭജന കൂടി. നിങ്ങളെന്നാ ഭജന കൂടാതെ പോന്നേ? ഞങ്ങൾ വന്നായിരുന്നല്ലോ. വന്നായിരുന്നു. ഞങ്ങൾ ഭജനയൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങ് പോകുന്നതല്ലേ. ഇപ്പോഴും തീർന്നില്ല. ഇപ്പോഴും 10 മണിയായി. അത് അച്ചമ്മച്ചി പറഞ്ഞ അങ്ങനെ ഓരോ ദൈവങ്ങളുടെ ആദ്യം അങ്ങനെ ഓരോ ഗണപതി മുതൽ അയ്യപ്പൻ വരെയുള്ള എല്ലാവരുടെയും പറ്റി ഓരോന്നെങ്കിലും ചൊല്ലണം. അങ്ങനെയാ ഭജന പാടി നിർത്തുന്നത്. അച്ചമ്മച്ചിയൊക്കെ ചൊല്ലാൻ പോയിട്ടുണ്ടോ? പിന്നെ ഞാനൊക്കെ നല്ലപോലെ ഭജനപ്പാട്ട് പാടുമായിരുന്നു. ഇപ്പം എല്ലാം മറന്നുപോയി. സത്യമാണോ എന്നറിയത്തില്ല. അച്ഛ പറയൂ അച്ഛ പോയിട്ടുണ്ടെന്ന്, അച്ഛ പാടുമായിരുന്നൊക്കെ. അച്ചമ്മച്ചിയുടെ ചെറുപ്പത്തിലേ അച്ചമ്മച്ചിയുടെ വീട്ടിൽ ഭജന പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആശാ മന്ദിരുന്ന്. അപ്പം നമ്മുടെ വീട്ടിലായിരുന്നു ഭജന പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിച്ചതാ മൊത്തം. ആണോ? എന്നിട്ട് അമ്പലത്തിലൊക്കെ പോയി ചൊല്ലൂ? ഇപ്പൊ ഒത്തിരി കാലമായിട്ട് പോക്കും ഇല്ല, ചൊല്ലിച്ചേ ഇല്ല. ഇപ്പം എല്ലാം മറന്നും പോയി, ബുക്ക് പോലും ഇല്ല.
ഇന്ന് പോയിട്ടും ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നല്ലേ? ഇവരുടെ കൂടെ നമുക്ക് പാടാൻ പറ്റില്ല, അവര് പാടുന്ന വേറൊരു സ്റ്റൈലാണ്. ആ ഇതെന്നാ ചമച്ച് ഇന്നലെ നമ്മള് കമ്പഞ്ചന്തേന്ന് മേടിച്ചാണോ? കമ്പഞ്ചന്തേന്ന് മേടിച്ച കാച്ചി ചേമ്പല്ലേ? കാച്ചിൽ ഇത് കാച്ചില്. കാച്ചിലോ? അല്ല അവര് പറഞ്ഞ മറ്റേ ആ ചേമ്പ് മേടിച്ചില്ല. അത് മേടിച്ചില്ലേ? പുളിയിട്ട് കറി വെക്കുന്ന ആ ചേമ്പ്. മീൻകറിയോ? പുളിയിട്ട് മീൻ കറി വെക്കുന്ന പോലെ വെക്കുന്ന ചേമ്പ്. ആ പക്ഷെ ഇത് കണ്ടോ, നല്ല വെള്ളക്കാച്ചില്. കാച്ചിലല്ലേ? നല്ലപോലെ വെന്ത് സെറ്റ് ആയെന്ന് തോന്നല്ലോ. ഇതും പിന്നെ എനിക്കിഷ്ടപ്പെട്ടതും രാത്രി കഴിക്കാനുണ്ട്. ചിക്കൻ. എനിക്കിഷ്ടപ്പെട്ടത് ഇതേ ഇരിക്കുന്നു, നല്ല മുളക് കാന്താരി അരച്ചത്. അത് പിന്നെ അത് മതിയല്ലോ. കാച്ചിലും കാന്താരി എനിക്കത് മതി. നമ്മുടെ തോട്ടത്തിലെ ആദ്യത്തെ ഏത്തക്കൊല കേട്ടോ. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കൊള്ളത്തില്ലായിരുന്നു. രണ്ടാമത് നല്ല സൂപ്പറായിട്ട് ഒരെണ്ണം കിട്ടി. ഇന്നത്തെ നല്ല കായായിരുന്നു, നല്ല അടിപൊളി കായല്ലായിരുന്നു. കായ് അടിപൊളിയായിരുന്നു, നല്ല തുണ്ടുകെട്ടിയും കുറവായിരുന്നു, പുളിക്കാനും നല്ല മൂത്തതുമായിരുന്നു അല്ലേ. മൂത്ത് വിളഞ്ഞ് പഴുത്തു. അതിനകത്ത് ഒരു 6 കാ അണ്ണാനും ചെയ്തു. ഒരു 6 കാ നല്ലപോലെ ചനച്ചത് അവിടെ എടുത്തും വെച്ചിട്ടുണ്ട്. അത് കഴിക്കാം. അത് അവരും പ്രകൃതിയുടെ ആൾക്കാരല്ലേ, അവര് കഴിക്കുള്ളത് മതി. ഉണ്ടാക്കുന്നതെല്ലാം പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്നു. അല്ല, പ്രകൃതിയുടെ ആൾക്കാരാണ്, നീക്കി അവർക്ക് കൊടുത്തിട്ടുള്ളത് മതിയെന്ന് നമുക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 1/2 കിലോ പാക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് സീൽ ചെയ്ത് റെഡിയാക്കി അഡ്രസ്സൊക്കെ എഴുതി വെക്കാം. ഇത്രയും വലിയ ഏത്തക്ക ഇതുവരെ ഉണ്ടാക്കിയില്ല. അതെന്നാന്നറിയോ, നമ്മുടെ വേറെ ഒരു വളവും ചെയ്തില്ല ഇതിനകത്ത്. ജൈവവളം മാത്രമേ ഉള്ളൂ. രാസവളം എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുമില്ല. ഒരു 10-20 വാഴവത്തും കൂടെ വെയ്യും. ഉണ്ട്. അല്ല, വേറെ കിൻഡൽ നല്ല അടിപൊളി വാഴയുടെ ഷെയ്സിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അതിപ്പം വിത്താകുമ്പോഴത്തേക്കിനും അതേ തന്നെ എടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പിരിച്ച് വെയ്യും, അതും മേടിച്ച് വെക്കും. അതുകൊണ്ട് അതൊരെണ്ണം ഞാൻ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പറമ്പിലെ വാഴക്കൊലയിൽ നിന്നുണ്ടാക്കിയ ചിപ്സ്. ഞാനിത് ഉണ്ടാക്കിയപ്പോഴേ കുറച്ചെടുത്ത് 2-3 എണ്ണം എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന പോലെയും അല്ലാത്ത വാഴക്കൊല പോലെയൊന്നുമല്ല, ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. അന്നേരം ഒരു കാര്യമാണ്, ഇത് സ്വന്തം നമ്മുടെ പറമ്പിൽ നിന്നത് നല്ല സൂപ്പറായിട്ട് വിളഞ്ഞ കൊലയായിരുന്നു. വിളഞ്ഞ് കാ വഴുക്കാനും കൂടെ തുടങ്ങി. പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോ കൊലയും ചെറുതായ പോലെയായിരുന്നു. പക്ഷെ പൊടിയായി നല്ല മുട്ടൻ കായുമായിരുന്നു കേട്ടോ. ഇത്രയും വലിയ കായ് ഇതുവരെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് പിന്നെ അണ്ണാനൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ലപോലെ നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, എന്നാലും ഇതേ അല്ല, നമ്മൾ മേടിച്ചോണ്ട് വരുന്ന കൊലയാണെങ്കിൽ തൊണ്ടാ കൂടുതൽ. ഇതിന് നല്ല തൊണ്ട് കെട്ടി വെട്ടുന്ന. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് വിളവായിരുന്നു, നല്ല മുഴുത്ത കായുമായിരുന്നു. പൊണ്ണം കായായിരുന്നു. ഏത്തക്ക വാങ്ങിക്കാൻ പോകുമ്പോ നീ വരിപ്പ് നല്ലപോലെ നല്ല പരന്നത് മേടിക്കണം, എന്നാലേ കാ വിളഞ്ഞോളൂ. ഇത് കണ്ടായിരുന്നു, ഇതിന് വരിപ്പില്ലായിരുന്നു. നല്ല കായും നമ്മുടെ പ്രൊഫഷണൽ ഷെഫും കൂടെ ആയപ്പം നല്ല ചിപ്സ് ആയിട്ടുണ്ട്. അതെ അതെ, എന്തോ കാര്യം സാധിക്കാം. കിടക്കട്ടെ. അവൻ എന്നെ എങ്ങോട്ടോട്ടോ മുക്കിക്കോട്ട് പോകുവാണേ. അവൻ എന്തോ എന്നെ കൊണ്ട് സാധിക്കാനുണ്ട് ഏട്ടാ. 1/2 കിലോ ഉണ്ടോ അമ്മേ? ഇപ്പം ഇനിയിപ്പം നാളെ വീണ്ടും കുരുത്തോണ്ട് പോകണോ? പിന്നെ കുരുത്തോണ്ടിന് പോകണ്ടേ? പിന്നെ പോകണ്ടേ? ഇപ്പം ഞാൻ വന്നു, കുറച്ച് ദിവസം അവിടെ നിന്നു, അവരെ രണ്ടുപേരും നോക്കി. 1 മാസം അവിടെ പോയി നിന്നു. അല്ല, 1 മാസം നിന്നു. 1 മാസം നിന്നപ്പോ അവരെന്നേരം എഴുന്നേറ്റ് ഓടി നടക്കാറായില്ലേ? അതായി. ഇനിയിപ്പം വന്നു, അത്യാവശ്യം സാധനങ്ങൾ ഓർഡർ ഉണ്ടായിരുന്നൊക്കെ, ചമ്മന്തിപ്പൊടിയോ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കുറെ പാക്കിങ് ചെയ്തു വെച്ചു. ഇനിയിപ്പം നാളെ രാവിലെ ഞാൻ ഇനി പോകും. തിരിച്ചു വരുന്നതൊക്കെ എവിടെ ചെന്നിട്ടേ തീരുമാനിക്കുള്ളൂ. അതെന്നാന്നറിയാവോ, അച്ചമ്മച്ചി പിന്നെ ആൻറ്റിയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ചാച്ചനും അമ്മച്ചിയും എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അതിപ്പോ ഞാൻ ചെല്ലുമ്പോഴേ ആൻറ്റി അങ്ങ് പോകും. അതാ പറഞ്ഞ്, ഇപ്പം മക്കള് കൂടുതലുള്ളപ്പം ആരേലും എപ്പോഴും മാറി മാറി നിന്ന് നോക്കണം. തണുപ്പില്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നു. ഞാനാന്ന് നോക്കിയതാ, തണുപ്പ് കുറയ്ക്കാൻ നോക്കിയിട്ട് ഏച്ചിയുടെ തണുപ്പൊക്കെ കുറയുന്നില്ല. ഈ തണുപ്പത്ത് കൊണ്ടുവന്നാലേ നിൽക്കുവല്ല. അവിടെ തന്നെ തണുപ്പാകുമ്പോഴത്തേക്കിനും ബ്ലഡൊക്കെ ചൂടാകുന്നതൊക്കെ കുറയൂടാ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവർക്ക് സ്വതവേ ശരീരത്തിന് തണുപ്പാ. എന്നാണേലും അവിടെ ഉത്സവം ജനുവരി 29 തുടങ്ങും.
ഉം. അതിന് 5-ാം വേണ്ടി തീയതി കൊണ്ട് ഞങ്ങളും വരാൻ കേട്ടോ. ആ അതിന് നിങ്ങൾ പോരെ 5-ാം തീയതിയാ തീരുള്ളൂ. ആ. അപ്പൊ ഉത്സവ സമയത്തും കൂടെ അവിടെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഉം. അവൻ അതിലേക്ക് പോകല്ലേ, അപ്പം വീട്ടിൽ മൈക്ക് ആളില്ലാത്തതുകൊണ്ട് സെറ്റും വീണ്ടും പരിപാടിയും എല്ലാം കൂടെ. പിന്നെ ഉം. അത്യാവശ്യം വല്ലതും ഉണ്ടെ പിടിച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങ് വരും. ഞങ്ങൾ അങ്ങോട്ട് വരാം, കൂടെ ഇങ്ങ് വന്നാ മതി. ഉത്സവത്തിന് വരാം. നീ ഇപ്പൊ ചാച്ചനെ അമ്മച്ചി എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിലേ നമുക്കന്ന് അങ്ങോട്ട് പോയാലോ? അതെ. ആ. പിന്നെ അങ്ങോട്ട് പോയാലോ? അതെ, അവിടെ ഒരു എല്ലാരും വീടൊക്കെ ഉത്സവത്തിന് സെറ്റാക്കി അങ്ങോട്ട് പോയാലോ? അല്ല, കുഞ്ഞിക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അത് ആറ്റി പോയി ചാടാൻ. അതെ. കുഞ്ഞിക്ക് ആ ഒരു താല്പര്യമേ ഉള്ളൂ. അപ്പൊ ഉം. നമുക്ക് ഉമ്മാരെയും കൊണ്ട് അങ്ങോട്ട് വന്നാലേ വീണ്ടും നമ്മൾ ഇവിടുന്ന് അവിടെ കൊണ്ടു ചേർത്തിട്ട് വീണ്ടും സർട്ടിഫിക്കറ്റ് മേടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. ആ 3 മാസം 4 മാസം പറ്റത്തില്ല എന്റെ അമ്മോ. ചൂട്. അതെ, നമ്മളെ അന്ന് പോയിട്ട് 2 മാസമല്ലേ അവിടെ. എത്ര മാസം നിന്നേ? 4 മാസം. 3 മാസം ആ, 3 മാസം നിന്നിട്ട് ചൂടൊന്നും സഹിക്കാൻ പറ്റാതെ ലാസ്റ്റ് നമ്മള് തിരിച്ചു പോന്നു. പെട്ടിയും കിടക്കേടെ തിരിച്ചു പോന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ ശനിയാഴ്ച അങ്ങോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടി നമുക്ക് അങ്ങനെ വേണ്ട. വേണ്ട, നിന്നെ ഇട്ടിട്ട് പോകുന്ന ഏർപ്പാടില്ല. കണ്ടോ എങ്ങനെയുണ്ട്? അത്രയും വിശ്വാസം ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല നിന്നെ ഇട്ടിട്ട് പോയാൽ. അപ്പൊ ഞാന് ഉത്സവത്തിന് വരാല്ലേ? ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഉത്സവത്തിന് എല്ലാവർക്കും കൂടെ പോയിട്ട് നോക്കട്ടെ. നോക്കാം. അവിടെ ചെന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ ഇങ്ങ് വരും. ഉം. വന്ന് 2 കണ്ടോ? ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവാം. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് അതെ, വരത്തുള്ളതാണ്. അതെ. എന്ന് പറഞ്ഞാൽ അർജന്റ് ആവശ്യം ഇപ്പം ഇവിടെ വന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കി, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, ഉം. ഉപ്പേരി ഉണ്ടാക്കി, ഉം. ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വരണ്ടേ? ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോ എങ്ങും പോകാൻ പറ്റത്തില്ല. അന്നേരം നമുക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, വേനല്ല. അത് കറക്റ്റ് കഴിഞ്ഞ ചക്കയുടെ സീസൺ ആയിരുന്നപ്പോഴും തങ്കമ്മയും ചാച്ചനും എല്ലാം ഇല്ലായിരുന്നു. ആ അന്നേരം പറഞ്ഞേ? ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ പറിച്ചോണ്ട് വെട്ടിക്കൊടുത്താ മതി. ബാക്കി അവിടെ ഇരുന്ന് എല്ലാം ഒരുക്കി പെറുക്കിക്കോളും. എത്ര സമയം കഴിഞ്ഞാലും മടുക്കത്തില്ല. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. അതവരിപ്പോഴും അങ്ങനെയാ. ഓ, നമ്മൾ ഇന്നലെ ചക്കച്ചള തിന്നുന്ന കണ്ടിട്ട് ഒരുത്തി ഇന്ന് എന്നെ വിളിച്ച് കൊതി പറഞ്ഞു. ആണോ? ഓമന ആന്റി. വിലയും കൂടെ പറയാൻ പറ്റായിരുന്നു ചക്ക. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ തിന്നോ, ഞങ്ങൾക്കും കൂടെ 50 വരുവാണോ വാങ്ങിച്ചു തരാന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുവാണെ കൊണ്ടുപോയി മേടിച്ചു തരാമെന്ന്. അതാ പറഞ്ഞേ, 50 വരുവാണെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ മതി. വണ്ടിക്കൂലി മുടക്കി കൊണ്ടുപോയി വാങ്ങിച്ചേക്കാം. കണ്ടോ എന്റെ കയ്യിലെ വാഴക്കാക്കറ കണ്ടോ, ഇതുവരെ പോയില്ല. തേച്ച് ഞാൻ മടുത്തു. ഇപ്പൊ അതാ ഒരു അത് കുഴപ്പം. അന്നേരം വെട്ടിയ വാഴക്കലയില്ലായിരുന്നു, നല്ല കറയില്ലായിരുന്നു. നാളെ അത് പോകും. ഞാനുണ്ടല്ലോ വാഴക്കൊല തപ്പി പോയിട്ട് ഒരിടത്തും വാഴക്കൊലയില്ല. എല്ലാം ചനച്ച പിന്നെ ചൂള വെച്ചതാ കടയിലുള്ളതൊക്കെ. നല്ല കൊലകളൊന്നും വെട്ടാനുമില്ല. ഞാനിങ്ങനെ പകുതി വരി വന്നപ്പോഴാണ് എനിക്ക് എടാ നമ്മുടെ ഒരു വാഴക്കൊല ഉണ്ടല്ലോ, അത് വിളഞ്ഞതാണല്ലോ എന്ന് ഓർത്തിട്ട് തിരിച്ചു ചെന്ന് ഞാൻ അവിടെ ചെന്ന് വെച്ചാൽ അവനോട് വാക്കത്തിയൊക്കെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞ് അവനെ കൂടെ കൂട്ടി പോയി സാധനം വെട്ടാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരു 4-5 കാ പോയി. അല്ലേ നല്ല കൊല എന്നും വളഞ്ഞ. പോകുന്ന പറമ്പ, എന്നിട്ട് അത് നോക്കിയില്ലെന്ന് അത് പറഞ്ഞാ. ശ്രദ്ധിച്ചില്ലെന്നേ. എന്നാ ചെയ്യാൻ? അതെങ്ങനെയാ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.